ഇടുക്കി കൊന്നത്തടിയിലെ നാലംഗ കുടുംബം വീടിന് തീപിടിച്ചു മരിച്ച സംഭവത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിച്ചു. കൊന്നത്തടി കൊമ്പൊടിഞ്ഞാൽ തെള്ളിപ്പടവിൽ ശുഭയുടെ മാതാവും 2 കുട്ടികളുമാണ് മരിച്ചത്. സംഭവത്തിൽ ദുരൂഹതയുള്ളതായും ശക്തമായ അന്വേഷണം വേണമെന്നും കൊന്നത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ 7 മണിയോടുകൂടിയിട്ടാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത്. ഇതിലെ കടന്നുപോയ ഒരു അയൽവാസിയാണ് ഇങ്ങനെ വീട് കത്തി നശിച്ച നിലയിലാണ് എന്ന് പറയുകയും പ്രദേശവാസികൾ വന്നെത്തി നോക്കുകയും ഒരു കുഞ്ഞിനെ പുറത്തു നിന്ന് അടുക്കള വശത്ത് നിന്ന് പകുതി വയറിൻ്റെ ഭാഗം പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. എന്നാലും അടിമാലി ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയത്ത് കുട്ടിക്ക് ജീവനില്ലായിരുന്നു. ഇവിടെ ചെറിയ അവശിഷ്ടങ്ങൾ, ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ബാക്കിയെല്ലാം പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. പഴയ വീടാണ്, ഏതാണ്ട് 10-60 വർഷം പഴക്കമുള്ള വീടാണ്. അതിന് മേൽക്കൂര സഹിതം താഴേക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം പൂർണ്ണമായും ചാമ്പൽ എന്ന് പറയുന്ന രീതിയിൽ തീ കനൽ പോലും ഇല്ലാതെ ചാരമായി പോകുന്ന നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ അന്വേഷണം നടത്തിയാലാണ് ബോഡി തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. സ്റ്റാലിൻ വിവരങ്ങൾ പങ്കുവെക്കും. സ്റ്റാലിൻ, എന്താണ് സംഭവിച്ചത്? പോലീസ് ഇതിനെക്കുറിച്ച് ഒരു പ്രാഥമികമായ വിവരങ്ങൾ കൈമാറുന്നുണ്ടോ? രഞ്ജിത്ത്, ഇന്നലെ വൈകിട്ട് 7 മണിയോട് കൂടിയാണ് ഈ സംഭവം തന്നെ പുറം ലോകം അറിയുന്നത്. ഇതൊരു ഇടുക്കി കൊന്നത്തടി പഞ്ചായത്തിലെ കൊമ്പടിഞ്ഞാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വിജനമായ പ്രദേശമാണ്. അവിടെ അടുത്ത വീടുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തീപിടുത്തം തീപിടുത്തം നേരത്തെ തന്നെ ആളുകൾ സംഭവ സമയത്ത് തന്നെ അറിഞ്ഞിരുന്നില്ല. ഇന്നലെ വൈകിട്ടോടെയാണ് അറിയുന്നത്. അപ്പം ഇത് ഒരു പഴയ വീടാണ്. 50 വർഷത്തിലധികം പഴക്കമുള്ള ഒരു പഴയ വീടാണ്. അപ്പോൾ ഇവിടെ ഈ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ഇപ്പം പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. അതേസമയം ആത്മഹത്യ പോലെയുള്ള അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോലീസിന് അത്തരമൊരു സംശയമില്ല. എന്താണേലും 4 പേര് ആണ് മരിച്ചിട്ടുള്ളത്. എന്താണേലും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. അവിടെ ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ള ആൾക്കാർ പരിശോധന നടത്തുന്നു. 3 മൃതദേഹങ്ങൾ മരിച്ച ശുഭയുടെ അമ്മ പൊന്നമ്മ, മക്കളായ അഭിനന്ദ്. അതിൽ അഭിനവിന്റെ ബോഡിയാണ് അഭിനവിനെയാണ് ഇന്നലെ ആൾക്കാർ കണ്ടെത്തുന്നതും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. എങ്കിലും അഭിനവ് മരിച്ചിരുന്നു. അഭിനവിന്റെ മൂത്ത സഹോദരൻ അഭിനന്ദാണ് വീണ്ടും അതിന് ഉള്ളിൽപ്പെട്ടിരിക്കുന്ന മറ്റൊരാള്. അങ്ങനെ 3 പേരുടെ മൃതദേഹങ്ങൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ മൃതദേഹങ്ങൾ വളരെ ഛിന്നഭിന്നമായ രീതിയിലുള്ള ഇതിലാണ്. അതായത് അഗ്നിക്കിരയായതിനു ശേഷമുള്ള ഒരു അവസ്ഥ. അതായത് തിരിച്ചറിയാൻ പോലും വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ആ മൃതദേഹങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഇടുക്കിയിൽ നിന്നെത്തിയ ഫോറൻസിക് സംഘം പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങളെ കുറിച്ചുള്ള അന്വേഷണം നടന്നു വരുന്നതേ ഉള്ളൂ. ഇന്നലെ വൈകിട്ട് തന്നെ ജില്ലാ പോലീസ് സൂപ്രണ്ട് ടി കെ വിഷ്ണുപ്രദീപും ഇടുക്കി ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള സംഘം രാത്രി തന്നെ സ്ഥലത്തെത്തിയിരുന്നു. പ്രാഥമിക പരിശോധനകളിൽ അവർക്ക് ഈ ഇലക്ട്രിക് ഷോക്ക് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. രഞ്ജിത്ത്, ശരി. സ്റ്റാലിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.